ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോട്ട് ബാഗ് പെയിൻറ്റിംഗ് ആണ്. അപ്പം പെയിൻറ്റിംഗ് നമ്മൾ ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെല്ലാം ഞാൻ വഴിയെ ഈ വീഡിയോസിനകത്ത് പറയാം. അപ്പം നമ്മൾ ആദ്യമേ ഒരു പേപ്പറിൽ നമ്മൾ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പടം എടുത്ത് നമുക്ക് ട്രേസ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഫോണിൽ നിന്ന് തന്നെ ട്രേസ് ചെയ്യാൻ പറ്റുമല്ലോ, അത് രീതിയിലോ എങ്ങനെയെങ്കിലും നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം ഇതേപോലൊരു നമ്മുടെ തുണിയുടെ ആ ഒരു കവറുണ്ടല്ലോ, അപ്പോൾ അതെടുത്തിട്ട് നല്ല ഭാഗം നോക്കും. അപ്പം ഞാനത് തപ്പിക്കൊണ്ടിരിക്കുമോ ഏതാ നല്ല ഭാഗം എന്നുള്ളത്. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ കാർബൺ കോപ്പി വെച്ച് ട്രേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ കവർ ഒന്ന് തേച്ചിട്ട് വേണം ഈ പറയുന്ന പോലെ കാർബൺ കോപ്പി വെച്ച് ഈ കോപ്പി ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ ആ ചുളിവൊക്കെ കാണില്ലേ, ചുളിവൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയാണ് നല്ലപോലെ ഒന്ന് ആ ഒരു ബാഗ് നമുക്ക് തേച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം ഞാനിവിടെ ബ്ലൂ കളറിലെ കാർബൺ കോപ്പിയാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് സെൻറ്റർ പൊസിഷനാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനൊരു ടേപ്പ് എടുത്ത് സൈഡ് രണ്ടും ഒന്ന് നോക്കി. അപ്പം കറക്റ്റായിട്ട് നടുക്ക് വരണം, അല്ലെങ്കിൽ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് ആ സൈഡിലാണെങ്കിൽ അതൊരു വൃത്തികേടല്ലേ. അപ്പം ടേപ്പോ സ്കെയിലോ എന്തെങ്കിലും വെച്ച് ഒന്ന് അളന്ന് നോക്കിയാൽ മതി. അതിനുശേഷം ഇതേപോലൊരു നീല കാർബൺ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മേളിലോട്ട് നമ്മൾ ആ വരച്ച് വെച്ചിരിക്കുന്ന പേപ്പർ അങ്ങോട്ട് വെച്ചിട്ട് ഇത് കറക്റ്റ് പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മൊട്ടിപ്പിന്നെടുത്ത് ആ സൈഡുകളിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മളുടെ കൈ തട്ടി തന്നെ നീങ്ങാനൊക്കെ സാധ്യതയില്ലേ. അപ്പോൾ അങ്ങനെ നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ മുട്ടിപ്പിൻ വെച്ച് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പം നമുക്ക് കറക്റ്റായിട്ടിരിക്കും, നീങ്ങത്തുമില്ല. പക്ഷേ ഇതിലെനിക്കൊരു പണി കിട്ടി, അത് ഞാൻ വഴിയെ പറയാം. അപ്പം നിങ്ങൾ എനിക്ക് കിട്ടിയ ഒരു പണി പോലെ നിങ്ങൾക്ക് കിട്ടാതെ നോക്കണം. അങ്ങനെ പിന്നീട് നമുക്ക് എന്തെങ്കിലും പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം വെച്ച് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു പെണ്ണിൻ്റെ പടമല്ലേ, അത് ഫുള്ള് വരച്ചെടുക്കാം. ഇവിടാണ് എനിക്ക് പണി കിട്ടിയത്. എൻ്റെ കാർബൺ കോപ്പി ഈ പറയുന്ന പോലെ മഷിയൊക്കെ ഒരുവിധം തീർന്ന് ഞാൻ ഉപയോഗിച്ച് തീർന്നിരുന്നായിരുന്നു. അതിനകത്ത് വലുതായിട്ടൊന്നും തെളിഞ്ഞില്ല, കണ്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഒന്നെങ്കിൽ മഷിയുള്ള കാർബൺ കോപ്പി എടുക്കണം, അല്ലെങ്കിൽ ഞാൻ അതേപോലെ തന്നെ പെൻസിൽ വെച്ചാണ് വരച്ചത്. അപ്പം നമ്മുടെ ഈ പറയുന്ന പോലെ തുണി അത്രയ്ക്ക് നമ്മുടെ പേപ്പറിൽ വരയ്ക്കുന്ന രീതിയിലല്ലല്ലോ. അപ്പോൾ പേനയോ നല്ല രീതിയിൽ പോയിൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും യൂസ് ചെയ്യണം. പിന്നീട് ഈ പറഞ്ഞ പോലെ കാർബൺ കോപ്പി നല്ല ഫ്രഷ് ആയിരുന്നാൽ നമുക്ക് പെട്ടെന്ന് വരച്ച് കിട്ടും, അല്ലെങ്കിൽ എന്നെപ്പോലെ ഇതേപോലെ കഷ്ടപ്പെടേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയായിരുന്നെങ്കിലും എനിക്ക് ഈ പണി കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ പൊക്കി നോക്കിയിട്ട് തെളിയുന്നുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ ഒന്നേന്ന് ആ പടം നോക്കി, കുറച്ച് ചെറുതായിട്ട് കാണാമായിരുന്നു, അത് പേപ്പർ വെച്ച് വരച്ചു. പിന്നെ വരച്ച് വന്നപ്പോൾ ഒന്ന് രണ്ട് ഇലയൊക്കെ കൂടിപ്പോയി, അത് കുഴപ്പമില്ല. അവസാനം പിന്നെ ഇലയൊന്നും ഇല്ലായിരുന്നു, അത് വേറെ കാര്യം. അത് അവസാനം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നീട് നമ്മൾ വരച്ചതിന് ശേഷം ഒരു കട്ടിയുള്ളൊരു ബൈൻഡ് എടുത്ത് നമുക്ക് ആ കവറിൻ്റെ ഉള്ളിലോട്ട് കയറ്റാം. അതിപ്പോൾ എന്ത് ചെയ്താലും നമ്മൾ ഒരു തുണിയിൽ ഏത് പെയിൻറ്റ് ചെയ്താലും നമ്മൾ അടിയിലൊരു കട്ടിയുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. നമുക്ക് വരയ്ക്കുക ഈ മടങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇച്ചിരി പാടല്ലേ, തുണിയല്ലേ, പേപ്പർ കണക്കല്ലല്ലോ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ, അതായത് നമ്മുടെ ബാക്ക് സൈഡിലുണ്ടല്ലോ, അവിടെയും ഇപ്പം നമ്മുടെ പെയിൻറ്റ് കൂടുതലായിട്ട് വരുവാണെങ്കിൽ അവിടെയും പറ്റാൻ സാധ്യത ഉണ്ടല്ലോ, പിന്നീടൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം അതേപോലെയൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാർഡ്ബോർഡ് വെക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. പിന്നീട് നമുക്ക് ഇതേപോലെ കളർ അടിക്കാം. അപ്പം ഞാൻ തൊപ്പിക്കും ആ ഒരു ഡ്രസ്സിനും ബ്ലൂ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നേവി ബ്ലൂവേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ അതും എനിക്ക് വലിയൊരു സുഖം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ നേവി ബ്ലൂവും കുറച്ച് വൈറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു കളർ കിട്ടി. അപ്പോൾ അത് തൊപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാം. നമ്മൾ ഈ പടം വരച്ച് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്യണേ. പലയിടത്ത് ഇപ്പം നമ്മൾ തൊപ്പിക്ക് ബ്ലൂ ആകുമ്പോൾ ബ്ലൂ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് ആ ഒരു എൻ്റെ തൊപ്പിയുടെ ആ താഴോട്ട് ഇറങ്ങുന്ന ഭാഗം കണ്ടില്ല, അവിടെ പിങ്ക് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ബ്ലൂ എടുത്ത് അടിച്ചു കൊടുത്തു. പിന്നെ അഥവാ നമുക്ക് ഇതേപോലെ കുറച്ച് ഈ ഫാബ്രിക് പെയിൻറ്റ് ആയതുകൊണ്ട് നമ്മുടെ വാട്ടർ കളറിലൊന്നും നമുക്കിത് പറ്റില്ല. ഫാബ്രിക് പെയിൻറ്റ് ആകുമ്പോൾ നമുക്ക് ആകെയുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ പറ്റിയാൽ ഉണങ്ങിയതിന് ശേഷം നമ്മൾ അടിച്ചിരിക്കുന്ന ആ ഒരു പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഏത് കളറാണോ അടിക്കാൻ വിചാരിക്കുന്നത് അത് മുകളിലോട്ട് അടിച്ചു കൊടുത്താൽ ആ പഴയ കളർ താഴെ നമുക്ക് തെറ്റിയ കളർ കാണില്ല. അങ്ങനൊരു ഗുണം നമ്മുടെ ഫാബ്രിക് പെയിൻറ്റിനുണ്ട്. പക്ഷേ തിരിച്ച് നമ്മൾ ഈ വാട്ടർ കളറൊക്കെ യൂസ് ചെയ്യത്തില്ലേ, അതിനങ്ങനെയല്ല. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു കളറായി മാറും. അത് എപ്പോഴും ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടിക്കാവുള്ളേ.
അതിനുശേഷം നമുക്ക് പിങ്ക് അടിച്ചു കൊടുക്കാം താഴെ. പിങ്കും ഞാൻ ഇതേപോലെ മിക്സ് ചെയ്ത് ഇതിനകത്തുള്ള ഏതാണ്ട് ഇങ്ങനെയുള്ള കളറെല്ലാം മിക്സ് ചെയ്ത പ്രൈമറി അല്ലാത്ത കളറെല്ലാം ഞാൻ മിക്സ് ചെയ്താണ് ചെയ്തത്. നമുക്കിഷ്ടമുള്ള കളർ ചെയ്യാം. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു കൊച്ചു ബ്രഷ് എടുത്തിട്ട് ആ ബോർഡറും ഒക്കെ കൊടുത്ത്, അപ്പം ഈ പെണ്ണായതുകൊണ്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണിൻ്റെ ഒരു പടം എടുക്കുന്നെങ്കിൽ എപ്പോഴും ഫേസ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നോക്കണം. കാരണം ഫേസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എത്ര ബാക്കിയൊക്കെ ഭംഗി വന്നാലും അതൊന്നും സെറ്റ് ആവത്തില്ല. അങ്ങനെ നമുക്ക് പിന്നീട് ആ ഒരു ചെവിയുടെ ഭാഗത്തും ചുണ്ടിനും ഒക്കെ റെഡ് അടിച്ചു കൊടുത്ത് നമ്മുടെ പെണ്ണ് ഒരുവിധം ഇവിടെ സെറ്റായി കഴിഞ്ഞു. പിന്നീട് കുറച്ച് ഇലകളൊക്കെ നിങ്ങൾക്ക് കാണാം. ആ ഇലകളൊന്നും പിന്നെ ഞാൻ ചെയ്തില്ല കേട്ടോ. പിന്നീട് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ബ്രഷ് കുറച്ച് ഡോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ കണ്ടോ എൻ്റെ കയ്യിൽ നിന്ന് ബ്രഷ് താഴെ വീണതാണ്. പിന്നീട് അതൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫാബ്രിക് പെയിൻറ്റ് പറ്റി പിന്നീട് റിമൂവ് ചെയ്യാൻ വല്ല മാർഗ്ഗം ഉണ്ടെങ്കിൽ പറയണേ. അതേപോലെ തന്നെ താഴെ നമ്മളൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു കറക്റ്റ് ഒരു ബോർഡർ ലൈൻ കിട്ടാൻ വേണ്ടി ഉള്ള രീതിയിലാണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. ഞാൻ ഫസ്റ്റായിട്ടാണ് കേട്ടോ ഒരു ടോട്ട് ബാഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാധനം വാങ്ങാനും ഒക്കെ കൊണ്ട് കിടക്കുമ്പോൾ സാധാരണ ഒരു പ്ലെയിൻ ബാഗിനേക്കാൾ ഇത് ഇടുമ്പോൾ ഒരു ഗുമ്മല്ലേ ഒക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം, എളുപ്പമാണ് കേട്ടോ. നമുക്ക് കുറച്ച് പെയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പറയുന്ന ഇലയൊന്നും ഞാൻ ചെയ്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടം എടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് പറയണം. എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടും കൂടെ ഫോളോ ചെയ്യണേ. ലിങ്ക് ബയോയിൽ